Good evening, all of you. Am I audible? കേൾക്കാമോ? Yes, sir. Welcome. കേൾക്കാം സർ, കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. KRCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ, ലൂർദ് ഹോസ്പിറ്റൽ, ആശ്വാസ് കൗൺസിലിംഗ് സെന്റർ എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൈൻഡ് യുവർ മൈൻഡ് വെബിനാർ പരമ്പരയുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ജീവിത വിജയത്തിന് ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. എന്നാൽ പലപ്പോഴും നമ്മൾ വേണ്ടത്ര ശ്രദ്ധ നൽകാത്തൊരു മേഖലയാണത്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും എങ്ങനെയാണ് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? മനസ്സിനെ കരുത്തുറ്റതാക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അവബോധം നൽകുന്നതിനായി മെന്റൽ ഹെൽത്ത് ബേസിക്സ്, അണ്ടർസ്റ്റാൻഡിംഗ് ദ മൈൻഡ് ബ്രെയിൻ കണക്ഷൻ എന്ന വിഷയത്തിൽ ഇന്ന് സംസാരിക്കുന്നത് ലൂർദ് ഹോസ്പിറ്റലിലെ പ്രശസ്ത കൺസൾട്ടന്റ് ഡോക്ടർ വിനീത വി ജോസ് ആണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറെ ഉപകരിക്കുന്ന ഈ അറിവുകൾ പങ്കുവയ്ക്കുവാൻ ഡോക്ടറെ ഞാൻ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഏവർക്കും ഈ സെഷൻ പ്രയോജനകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഡോക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ എറണാകുളത്തെ ഏറ്റവും മികച്ച സൈക്കാട്രിസ്റ്റുകളിൽ ഒരാളാണ് ഡോക്ടർ വിനീത ജോസ്. സമഗ്രമായ മാനസികാരോഗ്യ സംരക്ഷണം നൽകുന്നതിൽ 15 വർഷത്തിലേറെ പരിചയമുള്ള സമർപ്പിത സൈക്കാട്രിസ്റ്റാണ് അവർ. ഔട്ട് പേഷ്യന്റ്, ഇൻ പേഷ്യന്റ് പരിചരണങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന വിപുലമായ ക്ലിനിക്കൽ വൈദഗ്ധ്യം ഡോക്ടറിനുണ്ട്. വിവിധ മാനസിക ന്യൂറോളജിക്കൽ വൈകല്യങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന സുരക്ഷിതമായ ചികിത്സാ സാങ്കേതികയായ RTMS എന്ന ആ ഒരു പ്രത്യേക മേഖലയിൽ വളരെയധികം പ്രാവീണ്യമുള്ള വ്യക്തിയാണ്. സ്പെഷ്യലൈസേഷൻ മേഖല വ്യക്തിത്വ വൈകല്യങ്ങൾ, മാതാപിതാക്കൾ, കുട്ടി, അവരുടെ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കൗമാരക്കാർ എന്നിവരുടെ പ്രശ്നങ്ങൾ, ദെൻ വൈവാഹികവും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുറഞ്ഞ മാനസികാവസ്ഥ, ഉത്കണ്ഠ, സമ്മർദ്ദം, വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ, പെരുമാറ്റ പ്രശ്നങ്ങൾ, ദെൻ ആത്മാഭിമാനം, ഇങ്ങനെയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്പെഷ്യലൈസ്ഡ് തെറാപ്പികൾ, ബിഹേവിയർ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അങ്ങനെയുള്ള തെറാപ്പികളെല്ലാം അതിലെല്ലാം എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ. അപ്പൊ ഡോക്ടറെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, sir. Thank you for the introduction. എല്ലാവർക്കും എന്നെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം ഡോക്ടർ. സോ ആദ്യമായി തന്നെ ഇങ്ങനെയൊരു അവസരം ലൂർദ് ഹോസ്പിറ്റലിന്റെ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റായ ലിപ്സിനും ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ എനിക്കും കിട്ടിയ അവസരത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഒരു ഗ്രൂപ്പ് ഞങ്ങൾക്കും നിങ്ങളെ പോലെ തന്നെ വളരാൻ സഹായകമാകുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. അതിന് ലൂർദ് ഹോസ്പിറ്റലിനെ ഉൾപ്പെടുത്തി ഞങ്ങളെ ഉൾപ്പെടുത്തിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിലേക്ക് കടക്കാം. ജെയ്സൺ സാർ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ സെഷൻസ് ആയിട്ട് ഒരു മാസത്തിൽ 2 തവണ ഇങ്ങനെ ഒരു സെഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സെഷൻ എന്നുള്ള രീതിയിൽ ആണ് ഇന്നത്തെ തുടങ്ങുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മൾ ഓരോരുത്തരും ഓരോ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. ഓരോരുത്തരുടെയും ഈ ഒരു മാനസിക ആരോഗ്യ മേഖലയിലുള്ള അറിവ് പലർക്കും പലതായിരിക്കും. അപ്പോ ഞങ്ങൾ ടീമായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് മുന്നോട്ട് തുടങ്ങാം എന്ന് കരുതിയാണ് ഈ ഒരു സെഷൻസ് തുടങ്ങുന്നത്. സോ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചുള്ള സ്ലൈഡ് ഷെയർ ചെയ്യാം എന്ന് കരുതുന്നു. കാണാൻ സാധിക്കുന്നുണ്ടോ എല്ലാവർക്കും? കാണാം മാം, കാണാം. നമ്മളിതിന്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുറെ അധികം ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ടേ. അപ്പൊ ഒത്തിരി സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പം ക്ലിയർ ആയിട്ട് കാണാൻ തോന്നുന്നു അല്ലേ? കാണാം. ഓക്കെ.
സോ ഇന്നിപ്പോ ഇങ്ങനെ ഒരു വിഷയം എടുക്കാൻ കാര്യം, നമ്മുടെ മാനസിക ആരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റി ആണല്ലോ. സോ അത് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തുടങ്ങാം എന്ന് കരുതിയിട്ടാണ്. പലപ്പോഴും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പം അത് എന്തുകൊണ്ട് ശരീരത്തിന് ബുദ്ധിമുട്ട് വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഒരു പനി വന്നു, ദേഹത്ത് ചൂടുണ്ട്, ക്ഷീണമുണ്ട്, അപ്പോ വയ്യ എന്നുള്ളത് മറ്റുള്ളവർക്കും വളരെ ക്ലിയർ ആകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ മനസ്സിന് ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും അത് എന്തിനാണ് ആ രീതിയിലുള്ള ചിന്തിക്കുന്ന എന്തിനാ, ഇത്ര സങ്കടപ്പെടുത്തുന്ന എന്തിനാ, ഇങ്ങനെ എന്തിനാ പെരുമാറുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും ഉണ്ടാവുക. ഇപ്പോ ഞങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ്, ഇപ്പോ എന്റെ ഓർക്കുന്ന ഇതിലൊരു ഭാര്യയും ഭർത്താവും ഒരു യങ് ആയിട്ടുള്ള കപ്പിളാണ്. അപ്പോ ഭാര്യക്ക് മാനസിക ബുദ്ധിമുട്ടാണ്. അവർക്ക് വീട്ടിലെ ഓരോ സാഹചര്യങ്ങള് കാരണവും അവർക്ക് സങ്കടം വരുന്നു, ഉത്കണ്ഠ വരുന്നു, പേടി വരുന്നു, ചിന്തകളെല്ലാം നെഗറ്റീവായി പോകുന്നു. ഈ ഒരു അവസ്ഥയിൽ ആ വ്യക്തിയുള്ളത്. അപ്പൊ ഇത് ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഭർത്താവ് ചോദിക്കുന്ന ഇങ്ങനത്തെ ഒരു പ്രശ്നം എങ്ങനെ വരാനാണ്? നെഗറ്റീവായിട്ട് ചിന്തിക്കുവാണെങ്കിൽ അങ്ങ് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോരെ, എന്തിനാണിപ്പം എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് സങ്കടം വരുന്നു, അപ്പൊ തിരിച്ച് ചിന്തിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനിപ്പം ഇത്ര ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കാര്യം എന്താ? അപ്പോ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങ് സന്തോഷമായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. എന്തിനാ സങ്കടപ്പെടുന്നത്? അതിനൊരു കാരണമുണ്ട്. അത് നമ്മളുടെ ശരീരത്തിലും ബ്രെയിനിലുമുള്ള ചേഞ്ച് കൊണ്ടാണ് ഈ ചിന്തകള് ഈ ഒരു നെഗറ്റീവായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ സങ്കടം നിർത്താൻ സങ്കടാവസ്ഥയിൽ നിന്ന് മാറാൻ പറ്റാതെ പോകുന്നത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് പലപ്പോഴും കുറച്ചാൾക്കാർക്കെങ്കിലും ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് തന്നെ ആദ്യം മനസ്സിലാക്കാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്തത്. അപ്പോ നമ്മുടെ ബ്രെയിനിനെ കുറിച്ച്, ബ്രെയിൻ, തലച്ചോറ്, സ്പൈനൽ കോഡ്, ഞരമ്പുകൾ, ഇതൊക്കെ എല്ലാവർക്കും സുപരിചിതമായ ഒരു ടേം ആണല്ലോ, അല്ലെ? അപ്പൊ ഞാൻ ഈ ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്, അതായത് നമ്മളുടെ തലച്ചോറ് നമ്മുടെ ശരീരത്തിന് മൊത്തത്തിലുള്ള ഞരമ്പുകളും ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള ഞരമ്പുകളും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോ നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, അതായത് ചുറ്റുമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ മുമ്പിൽ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ നോക്കുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡോക്ടർ സംസാരിക്കുന്നത് കേൾക്കുന്നു, ഈ കമ്പ്യൂട്ടറിൽ കൂടെ കുറച്ച് നമ്മൾ ഫോണാണോ കമ്പ്യൂട്ടറാണോ ലാപ്ടോപ്പാണോ എന്താണോ ഉപയോഗിക്കുന്നത്, അതിൽ കൂടെ കുറച്ചധികം ആൾക്കാർ ജോയിൻ ചെയ്തിരിക്കുന്നത് കാണുന്നു, കേൾക്കുന്നു. നമ്മളുടെ ചുറ്റും ഉള്ള സ്പർശനം നമുക്ക് കിട്ടുന്നതും, നമ്മുടെ മുന്നിൽ ഉള്ള മണങ്ങള് കിട്ടുന്നത്, അങ്ങനെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നമ്മളുടെ ഈ സെൻസ് ഓർഗൻസിലൂടെ, അതായത് നമ്മുടെ കണ്ണും മൂക്കും ചെവിയും നാക്കും, ഇങ്ങനെയുള്ള നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന ഇൻഫർമേഷൻസ്, അത് നമ്മളുടെ ബോഡിയുടെ പല ഭാഗത്തിലൂടെ വരുന്ന ഇൻഫർമേഷൻസ് ഈ പറയുന്ന ഞരമ്പുകളിലൂടെ തലച്ചോറിൽ എത്തിച്ചേരുകയും അവിടെ പ്രോസസ് ചെയ്ത് നമ്മളുടെ ഈ ചുറ്റുപാടിനെ കുറിച്ചുള്ള മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് പറ്റുന്നത് ഈ പറയുന്ന നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ നാഡീവ്യൂഹം എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ്. അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഭാഗമാണ് ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറെന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ഒരു ഭാഗത്ത് ഞാൻ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്, ഈ തലച്ചോറിന് പല ഭാഗങ്ങളുണ്ട്. അതിനെ പല ഭാഗങ്ങളായിട്ട് ഉള്ളിലോട്ടും പുറത്തുമൊക്കെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഇത് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ ഈ ഒരു ഡയഗ്രത്തില്, ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ 100 ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ആണ് ഈ ബ്രെയിനിൽ ഉള്ളത്. ന്യൂറോൺസ് ആണ് ബ്രെയിനിന്റെ ഏറ്റവും ചെറിയ സെൽസ് എന്ന് പറയുന്നത് ന്യൂറോൺസ് ആണ്.
ഈ ന്യൂറോൺസ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു നെറ്റ്വർക്ക് പോലെ കണക്ട് ചെയ്ത് ആണ് നമ്മളുടെ ബ്രെയിനിലെ പ്രവർത്തനങ്ങളുള്ളത്. അപ്പോ ഈ ന്യൂറോൺസിന്റെ കണക്ഷൻസ് അല്ലെങ്കിൽ ന്യൂറോണൽ കണക്ഷൻസ് ഈ ബ്രെയിനിന്റെ ഓരോ ഭാഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുകയും ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ചിത്രത്തിൽ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ ഓരോ ന്യൂറോൺസും, അതായത് നമ്മളുടെ ബ്രെയിനിൽ കാണുന്ന ന്യൂറോൺസ് നെറ്റ്വർക്ക്സ്, ഇങ്ങനത്തെ സെൽസ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഹോർമോൺസ്, ഒരു ബ്രെയിനിൽ ഉണ്ടാകുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ ഹോർമോൺസ് വഴിയും അതുപോലെ ചെറിയ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസും വഴിയാണ് ഈ ബ്രെയിൻ സെൽസിന്റെ കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് പുറത്തുനിന്നുള്ള ഇൻഫോർമേഷൻസ് എടുക്കുന്നതും നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ചേഞ്ചസിൽ അനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം ക്രമീകരിക്കുന്നതുമെല്ലാം ബ്രെയിനിലെ ന്യൂറോൺസിന്റെ കമ്മ്യൂണിക്കേഷൻ വഴിയും ആണ്. ഇതാണ് ബ്രെയിനിന്റെ ചുരുക്കത്തിൽ പറഞ്ഞ ഉള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ആദ്യമേ ഒന്ന് വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം, എന്താണ് മൈൻഡ്, എന്താണ് ബ്രെയിൻ. ഓക്കെ, അപ്പോ നമ്മൾക്ക് പുറമെ കാണുന്ന ഈ തലച്ചോറും അതിനോട് ചേർന്നുള്ള നാഡി ഞരമ്പുകളെല്ലാം ചേർന്ന ഒരു നെർവസ് സിസ്റ്റം. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം ഡോക്ടർ, കേൾക്കാം. ഓക്കെ, സോ ഇതെല്ലാം ചേർന്ന് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ബ്രെയിനിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സാധാരണയായിട്ട് ജനറലി അറിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ സ്ട്രോക്ക് വന്നു, തലയിൽ രക്തം കെട്ടി രക്തം കട്ട പിടിക്കുകയോ അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ ചിലപ്പം ശരീരം അനങ്ങാൻ പറ്റാത്ത പാരലൈസ്ഡ് ആയി പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ബ്രെയിന് അങ്ങനത്തെ നമ്മളുടെ നടക്കുക, ചലിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാതെ നമ്മളുടെ ചിന്തകൾ, അത് പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം, എന്ത് തന്നെയാണേലും നമ്മളുടെ ചിന്തകള് കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. നമ്മളുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, അത് സങ്കടമാകാം, സന്തോഷമാകാം, പേടിയാകാം, ഉത്കണ്ഠയാവാം, എന്ത് തന്നെയാണേലും നമ്മളുടെ ഇമോഷൻസ് വരുന്നത് ഈ ബ്രെയിനിന്റെ ഈ ആക്ടിവിറ്റീസിൽ കൂടെയാണ്. ബ്രെയിൻ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിന്റെ എല്ലാ ഞരമ്പുകളിലൂടെയും നമ്മളുടെ ബ്രെയിനിൽ ഇൻഫോർമേഷൻ വരുന്നു, ബ്രെയിൻ സെൽസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് ഹോർമോൺസ് പുറപ്പെടുവിക്കുന്നു, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നടക്കുന്നു. ഇങ്ങനത്തെ പല കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കൂടെയാണ് ഈ പറയുന്ന ചിന്തകള്, നമ്മളുടെ ഇമോഷൻസ്, വികാരങ്ങള്, അതുപോലെ നമ്മളുടെ ബിഹേവിയർ, നമ്മൾ പെരുമാറുന്ന രീതി, അത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജോലി സ്ഥലത്തുമൊക്കെ നമ്മുടെ പെരുമാറ്റം, അങ്ങനെ എല്ലാം, അതായത് നമ്മുടെ ഉറക്കം, നമ്മുടെ മോട്ടിവേഷൻ, മെമ്മറി, അതായത് ഓർമ്മിക്കാനുള്ള കഴിവ്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ്, അതുപോലെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാനുള്ള കഴിവ്, തീരുമാനങ്ങൾ എടുക്കുന്ന കഴിവ്, അതുപോലെ ഓരോ കാര്യത്തെക്കുറിച്ചും ജഡ്ജ് ചെയ്യാനായിട്ട് ശരിയും തെറ്റും ഏത് എന്നുള്ള ജഡ്ജ്മെന്റ്, ഇങ്ങനെയുള്ള പ്രവർത്തികൾ, ഇങ്ങനെയുള്ള എല്ലാ ഫങ്ഷൻസും ബ്രെയിനിന്റെ ഫങ്ഷൻസ് ആണ്. ഇതിപ്പം ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് മാത്രം. ഇങ്ങനെ കുറെ അധികം, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു, ആ വ്യക്തി ഞാൻ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് മറ്റേ ഒരാൾ എന്താണ് ചിന്തിക്കുന്നത്, ഇങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പല ഫങ്ഷൻസും നമ്മുടെ ബ്രെയിനിൻ്റെതാണ്. ഓക്കെ, സോ ഈ മൈൻഡും ബ്രെയിനും എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ പുറമെ കാണുന്ന ആ തലച്ചോറ്, അതിനെയാണ് നമ്മൾ ബ്രെയിൻ എന്ന് പറയുന്നത്. ആ തലച്ചോറിന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫങ്ഷനിൽ കൂടെ ഉണ്ടാകുന്ന ഒരു സംഭവങ്ങളുണ്ട്, അതിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പല കാര്യങ്ങളെയും നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ ബ്രെയിനിന്റെ പ്രവർത്തനത്തെ കൂടി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം.
ഈ അവസ്ഥയാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ചോദിക്കാം, മൈൻഡ് എന്ന് പറയുന്നത് ഈ ബ്രെയിനിന്റെ ആക്ടിവിറ്റി മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതിനപ്പുറത്തേക്കും വേറെയും പല കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയും കുറെ സ്റ്റഡീസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ബ്രെയിൻ ആക്ടിവിറ്റി മാത്രമല്ല മൈൻഡ്, പുറത്തുള്ള എനർജി ഇൻവോൾവ് ആവുന്നുണ്ട്. അത് മൈൻഡിന്റെ ഒറിജിൻ വേറെ പല കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല സ്റ്റഡീസും ഉണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മൈൻഡ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന, ആ കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന, നമുക്ക് കാണാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ ഒരു നമ്മുടെ വിഷയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ ബ്രെയിനിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞാനിപ്പം പറഞ്ഞതുപോലെ ബ്രെയിൻ പാർട്സും ന്യൂറോൺസും ഈ കെമിക്കൽസും ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതല്ല, അതിനും അപ്പുറത്തേക്ക് ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ് പലതും ഉണ്ട്. സോ പക്ഷെ നമുക്ക് ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട, മനസ്സിലാക്കേണ്ട ചില വിവരങ്ങൾ മാത്രമാണ് നമ്മളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ എന്താണ് ബ്രെയിൻ, എന്താണ് മൈൻഡ് എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ചിന്തകള്, വികാരങ്ങള്, നമ്മുടെ പെരുമാറ്റം എല്ലാം ബ്രെയിൻ ആണ് മാനേജ് ചെയ്യുന്നെന്ന് പറയും. Doctor, sorry to interrupt you. Like, are we taking any questions in between, or we are just continuing? End മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? എൻഡിൽ എടുക്കുന്നല്ലേ നല്ലത്? ആയിക്കോട്ടെ. ഓക്കെ ശരി. അതുപോലെ നമുക്ക് അടുത്ത ഒരു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ എന്താണ്? മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞ എന്താണ്? WHO അല്ലെങ്കിൽ ലോക ആരോഗ്യ സംഘടനയുടെ ഡെഫിനിഷൻ പ്രകാരം മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത് ചില കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു മെന്റൽ ഹെൽത്ത് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം സ്റ്റേറ്റ് ഓഫ് വെൽബീങ്, അതായത് നമുക്ക് മാനസികമായിട്ട് നല്ല ഒരു അവസ്ഥയുണ്ടാകുക, നല്ല സന്തോഷമായിട്ടും എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ചില നോർമലായിട്ടുള്ള ചില സങ്കടങ്ങളോ ഉത്കണ്ഠകളോ ഒക്കെ വന്നെന്ന് കരുതി അത് മെന്റൽ ഹെൽത്ത് ഇല്ലെന്നല്ല. സ്വാഭാവികമായിട്ടും നല്ല ഒരു മനസ്സിന്റെ അവസ്ഥയുണ്ടാകുക. പിന്നെ എന്താണ് നല്ലൊരു മെന്റൽ ഹെൽത്ത് എന്ന്? വേർ ഇൻഡിവിജ്വൽസ് റിയലൈസ് ദെയർ എബിലിറ്റീസ്, നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥ. അതിപ്പം ഓരോ തലത്തിലുള്ള ആൾക്കാർക്കും ഓരോ, ഇപ്പൊ കുട്ടികളാണെങ്കിൽ അവരുടെ കാര്യത്തിൽ അവർക്ക് പഠിക്കുന്നതിൽ അവർക്ക് എത്രത്തോളം കഴിവുണ്ട്, അവർക്ക് മറ്റ് ആക്ടിവിറ്റി പാട്ടിലോ ഡാൻസിലോ ആർട്സിലോ സ്പോർട്സിലോ അവർക്ക് അതിൽ എത്ര കഴിവുണ്ട്, ഈ കഴിവുകൾ മനസ്സിലാക്കി അവരുടെ കഴിവ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥ. ഇപ്പൊ വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവ്. ചില ആൾക്കാർക്ക് നന്നായി സംസാരിക്കാൻ കഴിവ് മറ്റുള്ളവരോട്, ചിലവർക്ക് നന്നായി ബിസിനസ് ചെയ്യാനുള്ള കഴിവ്, ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. സോ എന്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. മൂന്നാമത്തേതെന്ന് പറയുന്നത് കോപ്പ് വിത്ത് ലൈഫ്സ് സ്ട്രെസ്സസ്, അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പം എപ്പോഴും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന ഒരു ജീവിതമാണ് അല്ലെ. അപ്പോൾ ആ വരുന്ന പ്രശ്നങ്ങളെ നല്ല രീതിയിൽ നേരിടാൻ സാധിക്കുക. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. അപ്പോൾ ആ പ്രശ്നത്തെ നല്ല രീതിയിൽ ആ പ്രശ്നത്തെ മനസ്സിലാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥ. പിന്നെ എന്താണ്? വർക്ക് പ്രൊഡക്റ്റീവ്ലി, അതായത് നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും അത് കാര്യക്ഷമമായി ചെയ്യാനും അതിനൊരു ഫലപ്രാപ്തിയിൽ എത്തിക്കുന്ന രീതിയിൽ നമ്മൾ ജോലി ചെയ്യുക. അത് നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, നമ്മളുടെ ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുക എന്നത്. പിന്നെ എന്താണ്? കോൺട്രിബ്യൂട്ട് ടു ദെയർ സൊസൈറ്റി, അതായത് നമ്മളുടെ
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം സമൂഹത്തിന് ഗുണമുള്ളതാകുന്ന, സമൂഹത്തിന് നമുക്കൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാം. ഇപ്പം നമ്മളുടെ ജോലി, ഇപ്പൊ ഒരു കട നടത്തുന്ന ഒരു വ്യക്തിനെ ആലോചിച്ച് നോക്കിയാൽ ആ കട നടത്തുന്നതിലൂടെ ആ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. ഇപ്പം ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വരുന്ന രോഗികളെ പരിചരിക്കുകയും അവർക്ക് വേണ്ട സഹായം, ഇപ്പൊ ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും നമ്മുടെ സമൂഹത്തിന് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, സമൂഹത്തിനെ സേവിക്കാൻ പറ്റുക എന്നുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള അവസ്ഥ, അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന എംഫസൈസിങ് ഇറ്റ്സ് മോർ ദാൻ ജസ്റ്റ് ആബ്സെൻസ് ഓഫ് ഡിസോർഡേഴ്സോ, അത് ഒരു അസുഖമില്ല എന്നുള്ളൊരവസ്ഥ മാത്രമല്ല, അസുഖം ഇല്ല എന്നുള്ള അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് നല്ല ഒരു മനസ്സിന്റെ അവസ്ഥ ഉണ്ടാകുകയും നമ്മളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നല്ല രീതിയിൽ തരണം ചെയ്ത് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് ഈ സമൂഹത്തെ സേവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് നല്ല മാനസികാരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും നമ്മളുടെ ഈ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നതായിട്ട് ഉണ്ട്. ഇപ്പോ എങ്ങനെയൊക്കെയാണ് നമുക്ക് നല്ല ഒരു മാനസിക ആരോഗ്യം നിലനിർത്താൻ സാധിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു പോകുന്നതിലൂടെ ശ്രമിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ബ്രെയിനിന്റെ ഫങ്ഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനാ 2-3 കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അതല്ലാതെ ഞങ്ങളുടെ വരുന്ന സെഷൻസിൽ എന്തൊക്കെയാണ് നല്ല മാനസികാരോഗ്യം നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ എന്നുള്ളത് സെപ്പറേറ്റ് സെഷനായിട്ട് വീണ്ടും വരും. ഇതിൻ്റെ അകത്ത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്താണ് നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് എന്നും അത് മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം പലപ്പോഴും കൗൺസിലിംഗ് സെഷൻ അല്ലെ തെറാപ്പി സെഷൻസിന് വരുമ്പോഴത്തേക്കും പറയുന്ന കാര്യങ്ങളാണ്, ആദ്യമേ തന്നെ നിങ്ങളൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകൂ. അപ്പോൾ അതായത് റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യൂ, നല്ല ഭക്ഷണം കഴിക്കൂ, നന്നായിട്ട് ഉറങ്ങൂ. ഇതെല്ലാം എപ്പോഴും പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യങ്ങളെ എല്ലാവരും അറിയുന്ന കാര്യങ്ങളാണ്. ശരിയാണ്, എല്ലാവരും പറയുന്നതും കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ പറയുന്നതിനൊരു റീസൺ ഉണ്ട്. ഇത് നമ്മളെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ചെയ്യാൻ പറയുന്നത്. കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ സിമ്പിൾ ആണെങ്കിലും ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സിമ്പിളും അല്ല. അപ്പോ നമ്മളിപ്പോ ജനറൽ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യം റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എക്സസൈസ് ചെയ്യുന്നത് വഴി നമുക്കുണ്ടാകുന്ന എഫക്ട്സിനെ പറ്റി ഒരു 2-3 കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ബ്രെയിനിൽ ചെയ്യുന്നത്? നമ്മളുടെ ബ്രെയിനിൽ ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ്, ബ്രെയിനിന് പല പാർട്സ് ഉണ്ടെന്നും നെർവ്സ് ന്യൂറോൺസ് എന്ന് പറയുന്ന ചെറിയ സെൽസ് ഉണ്ടെന്നും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കെമിക്കൽസ് വഴിയാണെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിന് വേണ്ട ചില ബ്രെയിനിലെ ഹോർമോൺസ് ഉണ്ട്. എക്സസൈസ് ചെയ്യുന്ന വഴി അങ്ങനത്തെ ഹോർമോൺസ് അല്ലെ അങ്ങനത്തെ കെമിക്കൽസ് നമ്മുടെ ബ്രെയിനിൽ കൂടുതലായിട്ട് ഉണ്ടാകും. അത് ഒരു എഫക്റ്റ്. അതുപോലെ ഈ എക്സസൈസ് ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ഗ്രോത്തിനെയും അതിന്റെ റിപ്പയറും, ഇപ്പം ഏതൊരു ഭാഗത്തിനും ഉണ്ടാകുന്നത് പോലെ തേയ്മാനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. അത് അപ്പോ നമ്മൾ പരിഹരിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ ആ ബ്രെയിനിന്റെ ഗ്രോത്തിനെയും റിപ്പയറിനെയും അത് സഹായിക്കും. പിന്നെ അതുപോലെ നല്ല മനസ്സിന്റെ അവസ്ഥ നിലനിർത്താൻ വേണ്ട നമ്മളുടെ ബ്രെയിനിന്റെ പ്രത്യേക ഭാഗങ്ങളെ, അതിനെ ഇപ്പം ഇവിടെ ഓരോ ബ്രെയിനിന്റെ പാർട്ടിനും പല പല പേരുകളുണ്ട്. അപ്പോൾ ഇപ്പോ ഹിപ്പോ ക്യാമ്പസ്, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, അങ്ങനെ പല പേരുകളുണ്ട്. എന്ത് തന്നെയാണേലും ബ്രെയിനിന്റെ ഭാഗങ്ങൾ, ചില പർട്ടിക്കുലർ ഭാഗം മെന്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന പല ബ്രെയിനിന്റെ പാർട്സിനെ അത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ സ്ട്രെസ് സിസ്റ്റം ഓവർ ആക്ടിവിറ്റി, അതായത് നമ്മൾക്ക് ഞാനത് ലേറ്റർ ഓൺ വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഒരു സ്ട്രെസ് വരുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ കുറെ ചേഞ്ചസ് ഉണ്ടാവും. ആ ചേഞ്ചസ് ചിലപ്പം ആദ്യ സമയത്ത് ചിലപ്പോൾ നമുക്ക് നല്ലതായിട്ട് വരും, പക്ഷെ കൂടുതലായിട്ട് നിൽക്കുമ്പം അത് നമ്മുടെ ശരീരത്തിനെയും തലച്ചോറിനെയും ബാധിക്കുന്ന പോലെ വരും. സോ അങ്ങനത്തെ അവസ്ഥകളിൽ ബെറ്റർ ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. അതുപോലെ
ബ്രെയിൻ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ബ്രെയിനിന്റെ പല ഭാഗങ്ങളുടെയും ഈ കെമിക്കൽസിന്റെയും റെഗുലേഷൻ വഴി നല്ല ഉറക്കം കിട്ടാനും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മുടെ റെഗുലർ ആയിട്ട് ചെയ്യുന്ന എക്സസൈസ് ബ്രെയിനിൽ എഫക്റ്റ് ഉണ്ടാക്കുന്നു. അതുവഴി നല്ല മാനസിക ആരോഗ്യം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇപ്പൊ വേറെ പറയുന്ന ഒരു കാര്യമാണ് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല പോഷകാഹാരം ആവശ്യമുള്ളതുപോലെ തന്നെ ബ്രെയിനിനും ആവശ്യമുണ്ട്. അത് നമുക്ക് നല്ല ഒരു മാനസികാവസ്ഥ നൽകും. അതുപോലെ ഗട്ട് ബ്രെയിൻ ആക്സിസ്, അതായത് ഞാൻ നേരത്തെ സംസാരിച്ചു, അതായത് തലച്ചോറ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെയും കണക്ട് ചെയ്യുന്ന നാഡികൾ ചെന്ന് ചേരുന്ന സ്ഥലമാണ് തലച്ചോറ്. അപ്പം നമ്മുടെ ആന്തരികാവയവങ്ങളിലെല്ലാം ഈ ന്യൂറോൺസിന്റെ കണക്ഷൻസ് ഉണ്ട്. അതിൽ നിന്നെല്ലാം സിഗ്നൽസും ഇൻഫോർമേഷൻസും നമ്മുടെ തലച്ചോറിലോട്ട് ചെല്ലും. അപ്പോൾ നല്ല ഭക്ഷണം നമ്മളുടെ വയറില് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അവിടെയും ഈ നെർവ്സും ന്യൂറോൺസും ഒക്കെ ഉണ്ട്. അതും വഴി ബ്രെയിനിൽ നല്ല ഹോർമോൺസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇൻഫ്ലമേഷൻ അല്ലെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് മലയാളത്തിന്റെ വാക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോ നീര് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ കുറയ്ക്കാൻ നല്ല ഭക്ഷണം, നല്ല പോഷകങ്ങൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബ്ലഡിൽ ഒരു ഷുഗർ പ്രോപ്പറായിട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്ന അത് നമ്മുടെ മൂഡ് ഫ്ലക്ച്വേഷൻസിനെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബ്രെയിനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഹോർമോൺസ് അല്ലെ കെമിക്കൽസിന്റെ ഒരു ബാലൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ ഭക്ഷണത്തിലുള്ള ചെറിയ ചെറിയ വൈറ്റമിൻസും മിനറൽസും എല്ലാം ആവശ്യമുള്ളതാണ്. അപ്പം നല്ല ആഹാരം കഴിക്കുമ്പോൾ ആ രീതിയിലുള്ള വൈറ്റമിൻസും മിനറൽസും നമുക്ക് കിട്ടുകയും അത് ബ്രെയിനിൽ ഹോർമോൺസിന്റെ ബാലൻസ്, കെമിക്കൽസിന്റെ ബാലൻസ്, ന്യൂറോൺസിന്റെ ഹെൽത്ത് ഒക്കെ മാനേജ് ചെയ്യുകയും ചെയ്യും. സോ ഇങ്ങനെയാണ് ഇതാണ് നല്ല ഭക്ഷണം കഴിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ശരീരത്തിലും ബ്രെയിനിലും ഉണ്ടാകുന്ന ചേഞ്ചസ് മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുപോലെ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് നല്ല ഉറക്കം വേണം, നല്ല മാനസികാരോഗ്യത്തിന് നല്ല ഉറക്കം വേണം എന്നുള്ളത്. അപ്പോൾ അതും നല്ല ഉറക്കം ഉണ്ടായാൽ തന്നെ എന്തൊക്കെ സംഭവിക്കാം? നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മളുടെ ബ്രെയിൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നടന്ന കുറേ കാര്യങ്ങൾ, ചിന്തകളും അതും ഇതും പ്രശ്നങ്ങളും നമ്മുടെ തലച്ചോറിൽ കിടക്കുന്നതെല്ലാം ക്ലീൻ ചെയ്ത് വേസ്റ്റ് എല്ലാം മാറ്റി ക്ലീൻ ആക്കുന്ന ഒരു സമയമാണ് രാത്രി ഉറങ്ങുന്ന ഒരു സമയം. സോ ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടുമ്പോഴാണ് ഈ ക്ലീനിങ് ഒക്കെ നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നത്. അതൊന്ന്. അതുപോലെ നമ്മുടെ ബ്രെയിനിലേക്ക് നല്ല ബ്ലഡ് ഫ്ലോ വഴിയാണ് നമ്മളിപ്പോ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണെങ്കിലും നമ്മൾ എടുക്കുന്ന ഓക്സിജൻ അളവും ഒക്കെ നമ്മുടെ തലച്ചോറിലോട്ട് എത്തുന്നത് നമ്മുടെ രക്തത്തിലൂടെയാണ്. അപ്പം നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാകുമ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞ ന്യൂട്രിയൻസും മിനറൽസും ഓക്സിജനും എല്ലാം ബ്രെയിനിൽ എത്തിക്കുകയും ബ്രെയിനിന് നല്ല ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ നമ്മളുടെ ഇമോഷൻസിനെ അല്ലെ നമ്മുടെ വികാരങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു നല്ല ഉറക്കം കിട്ടുന്നത് വഴി അത് ബ്രെയിനിന്റെ ഇമോഷണൽ, അതായത് വികാരങ്ങളെ അത് പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യും. നമ്മൾ മനസ്സിലാക്കുന്നതായ പഠിക്കുന്നതായ കാര്യങ്ങൾ, ഇപ്പം കുട്ടികളും അല്ലെ നമ്മൾ മുതിർന്നവർ നമ്മുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ സ്കൂളുകളിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ആ ഓർമ്മ അതെല്ലാം പ്രോപ്പറായിട്ടൊരു കൺസോളിഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് നടക്കുന്നത്. അപ്പം നല്ല ഉറക്കം കിട്ടിയാലാണ് ഈ പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം പ്രോപ്പർലി ബ്രെയിനിന്റെ സ്ഥാനത്ത് പോയി ഇരുന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കുമ്പം ക്ലിയർ ആയിട്ട് ഓർക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനത്തെ പ്രക്രിയകളൊക്കെ നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. അതുപോലെ നമ്മളുടെ ഡേ ടൈമിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന പല കാര്യങ്ങളും ആ കാര്യങ്ങളെയൊക്കെ പ്രോസസ് ചെയ്യുന്നത് ഈ ഒരു ഉറക്കത്തിന്റെ സമയത്താണ്. സോ നല്ല ഉറക്കം ആവശ്യത്തിന് ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ മൂഡ് നല്ല മൂഡിൽ നമ്മളെ ഇരിക്കാനും മെമ്മറിക്കും നമ്മുടെ എനർജി സ്റ്റോർ ചെയ്യാനും നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനും
ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും ഒക്കെ നല്ല ഉറക്കം ആവശ്യമാണ്. Sorry. Okay. കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ? എനിക്കിവിടെ കുറച്ചൊരു കൺഫ്യൂഷൻ വന്നു സ്ലൈഡില്. സ്ലീപ്പിനെ പറ്റിയുള്ള സ്ലൈഡാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഒരു മിനിറ്റ്. ഓക്കെ, അതുപോലെ ഈ സ്ട്രെസ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ, സ്ട്രെസ് എന്താണെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, ചില ചലഞ്ചസ് വരുമ്പം, ഇപ്പോ എങ്ങനെ പറയാം സ്ട്രെസ്സിനെ, അതായത് ഇപ്പൊ ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാള്, ആ വ്യക്തിക്ക് അവരുടെ ആ ജോലി സമയത്ത് 10 ഫയലുകൾ മാനേജ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. അതിന് പകരം 10-ന് പകരം 20 ഫയൽ മാനേജ് ചെയ്യണം എന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ അതൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനായി, അതൊരു ചലഞ്ചായി, ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതായി, അല്ലെ? അപ്പോ അത് കുറച്ച് നാളത്തേക്ക് കുറച്ച് കൂടുതൽ വർക്ക് വന്നാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ മാനേജ് ചെയ്ത് പോകും. പക്ഷെ കുറച്ചധികം നാൾ ഇതേ പ്രോസസ്സ് വന്നാൽ 20 എന്നുള്ളത് പിന്നെ 30-ആവും 40-ആവും, ഇങ്ങനെ കുമിഞ്ഞു കൂടും, നമുക്ക് ഈ ജോലി ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും, അല്ലെ? അതുപോലെ ഓരോ കാര്യത്തിലും നമ്മൾക്ക് കപ്പാസിറ്റിക്ക് മേലെ ഒരു കാര്യം വരുമ്പോൾ അത് നമുക്ക് ചലഞ്ചിങ് ആയി തോന്നും. അത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിപ്പം സ്ട്രെസ് എന്ന് പറയുമ്പം നല്ല സ്ട്രെസ്സും ഉണ്ട്, ബാഡ് ആയിട്ടുള്ള യൂസ്ട്രെസ് അല്ലെ ഡിസ്ട്രെസ്, 2 സ്ട്രെസ് ഉണ്ട്. ചെറിയ തോതിലൊക്കെ ഒരു സ്ട്രെസ് വന്നാൽ നമ്മൾ കുറച്ചും കൂടെ എന്റെ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആകാനും എന്റെ കേപ്പബിലിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ഒക്കെ കുറച്ച് ഒരു നല്ല സ്ട്രെസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേസമയം അത് നീണ്ടു നിന്ന് പോകുന്ന ഒരവസ്ഥ വരുമ്പം അത് നമ്മളുടെ ശരീരത്തിൽ പല ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പൊ ജനറൽ ആയിട്ട് ഒരു ജനറൽ ഒരു ഐഡിയ കിട്ടാൻ നോക്കുവാണെങ്കിൽ, സാധാരണഗതിയിൽ ഒരു സ്ട്രെസ് വരുമ്പോൾ നമ്മളുടെ ബ്രെയിനില് കൂടെ നമ്മുടെ ശരീരത്തിന്റെ ചില അവയവങ്ങള് ചില ഹോർമോൺസ് പുറപ്പെടുവിക്കും. ഈ പുറപ്പെടുവിക്കുന്ന ഹോർമോൺസ് നമ്മൾക്ക് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ചില സെൽസിനെ, അതായത് നമ്മളിൽ നെഗറ്റീവായിട്ട് ബാധിക്കാൻ ഇഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്ട്രെസ്സിനെ അത് മാനേജ് ചെയ്ത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കാതെ അത് കൊണ്ടുപോകും. ഇതാണ് നോർമലി ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നാൽ നമുക്ക് നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്. പക്ഷെ ഇത് നീണ്ടു നിൽക്കുന്ന രീതിയിലാകുമ്പോഴത്തേക്കും ഈ പോസിറ്റീവായിട്ടുള്ള പ്രക്രിയ നടക്കത്തില്ല, മറിച്ച് ഇതെല്ലാം ബ്രെയിനിന്റെ പല ഭാഗങ്ങളെയും നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോ ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ഹോർമോൺസ് കൂടുതൽ അടിഞ്ഞുകൂടുകയും അത് ബ്രെയിനിൽ ചെന്ന് ബ്രെയിനിന്റെ പല ഭാഗങ്ങളെയും അതിന്റെ ചില ഭാഗങ്ങളെ ഓവർ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതുവഴി നമുക്ക് പേടിയും സങ്കടവും വിഷമവും ഉണ്ടാകുന്ന രീതിയിലാകുന്നു. ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെയുള്ള നമ്മുടെ ബ്രെയിനിലെ ഹോർമോൺസും കെമിക്കൽസിന്റെ എല്ലാം ബാലൻസ് തെറ്റിച്ചു കളയുന്നു. അപ്പോൾ നമ്മുടെ മാനസികാവസ്ഥ മാറിപ്പോകുന്നു. അത് നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കുന്നു. നമ്മുടെ ഉറക്കം നേരെ ചൊവ്വയാകാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ അത് വീണ്ടും മനസ്സിന്റെ അവസ്ഥയെ ബ്രെയിനിൽ വേറെ ഇഫക്ട്സ് ഉണ്ടാക്കിയത് നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു. ചില ഭാഗങ്ങളുടെ നമുക്ക് പോസിറ്റീവായിട്ട് മെന്റൽ ഹെൽത്ത് വരേണ്ട ഭാഗങ്ങൾ പലതും ചുരുങ്ങിപ്പോവുകയും അത് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാതെ വരികയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ, ക്രോണിക് ആയിട്ടുള്ള നീണ്ടു നിൽക്കുന്ന സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ബ്രെയിൻ ചേഞ്ചസ് ഉണ്ടാവും. ഈ ബ്രെയിൻ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മാനസിക അവസ്ഥയെ അല്ലെങ്കിൽ മാനസിക നിലയെ തെറ്റിക്കും. ഇത് ഇങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചത്, അതായത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ എക്സസൈസ്, ഫുഡ്, സ്ലീപ്പ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതിനെല്ലാം വലിയ ഇമ്പാക്ട് നമ്മളുടെ ബ്രെയിനിന്റെ ഫങ്ഷനിങ്ങിലുണ്ട്. അത് നമ്മളുടെ മനസ്സിന്റെ അവസ്ഥയും സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്.
ഇതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വേറെയും പല കാര്യങ്ങൾ ഇപ്പം പറഞ്ഞ ഈ സ്ട്രെസ് നമുക്ക് പല രീതിയിലും മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ വേറെ സെഷൻ എടുക്കുന്നുണ്ടാവും. ഞാൻ ഒന്ന് ഓടിച്ചു പറഞ്ഞു പോവുകയാണ് കേട്ടോ. നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലൂടെ, അതായത് പലരും ജീവിക്കുന്നത് പഴയ ഈ പ്രസന്റ് മൊമെന്റിൽ അല്ല പലപ്പോഴും ജീവിക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങളെ ആലോചിച്ച് വിഷമിച്ചും സങ്കടപ്പെട്ടും അങ്ങനെയായിപ്പോയി ഇനി അതെന്ത് ചെയ്യും എന്നുള്ള, എന്നാ ആ ആയിപ്പോയത് പോയി, ഇനിയുള്ള കാര്യത്തിലേക്ക് നോക്കാം എന്നുള്ളത് പല ആൾക്കാർക്കും പറ്റാത്തൊരു കാര്യമാണ്, പാസ്റ്റിൽ ജീവിക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചറിനെ പറ്റി ആകുലപ്പെട്ടതായിരിക്കും വേറെ കുറെ ആൾക്കാർ ജീവിക്കുന്നത്, അടുത്ത് വരുന്നത് എന്ത് ചെയ്യും. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി ജീവിക്കാനായിട്ട് പലപ്പോഴും പറ്റാതെ പോകുന്ന അവസ്ഥ. അപ്പൊ അതിന് ഒരു ട്രെയിനിങ് ആണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതൊക്കെ ഞങ്ങളുടെ സൈക്കോളജിസ്റ്റ് നെക്സ്റ്റ് സെഷൻസിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പല വഴികളുണ്ട്. അതിലാണ് ഈ ഹോബീസും നമ്മൾ നേച്ചറുമായിട്ട് പ്രകൃതിയുമായിട്ട് ചേർന്ന് നിന്ന് ചില കാര്യങ്ങൾ, ഇതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ആൽക്കഹോളും അതുപോലെയുള്ള ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന പല ഡ്രഗ്സും ഇതും നമ്മുടെ തലച്ചോറിൽ സാരമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. അതും ഞങ്ങൾ ഇനി വരുന്ന സെഷൻസിൽ ഈ ആൽക്കഹോളിനെ കുറിച്ചും ഡ്രഗ്സിനെ കുറിച്ചും പറയുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൽ എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഈ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ചേഞ്ചസ് നമ്മളുടെ മാനസികാരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുപോലെ നമ്മളുടെ വികാരങ്ങളെ നല്ല ഒരു രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പല വഴികളും ഉണ്ട്. അത് പോസിറ്റീവ് തിങ്കിങ്ങും ഗ്രാറ്റിറ്റ്യൂഡും അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരും. പിന്നെ ഹെൽത്തി റിലേഷൻഷിപ്സ്, നല്ല ഒരു മാനസികാരോഗ്യം നിലനിർത്താനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ബന്ധങ്ങൾ. അത് സുഹൃത്ത് ബന്ധങ്ങളും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളും എല്ലാം നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും മാനസികമായിട്ട് ഒരു നല്ല അവസ്ഥ തരുന്ന കാര്യങ്ങളാണ്. ഇതിനും ബ്രെയിനിന്റെ ഇഫക്ട്സും ഉണ്ട്. അതെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം. നമ്മുടെ മനസ്സിനെ എപ്പോഴും വളരെ ആക്റ്റീവായിട്ടും അതുപോലെ പർപ്പസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി നമ്മുടെ മനസ്സ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുക. അതുപോലെ ലിമിറ്റ് ഡിജിറ്റൽ ആൻഡ് ഇൻഫർമേഷൻ ഓവർലോഡ്. ഇപ്പൊ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതായത് ഈ നമ്മുടെ യൂട്യൂബും മറ്റ് സോഷ്യൽ മീഡിയയിലും കൂടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും ശ്രമിക്കുകയും ചെയ്യും. അതിലാകുലപ്പെടാനും അതിൽ വേവലാതിപ്പെടുകയും അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പം വളരെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തും എല്ലാം ഒരു മിതത്വം പാലിക്കുക, ഇതും ഒക്കെ നല്ല മാനസികാവസ്ഥയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ ചില കാര്യങ്ങൾ നമ്മളൊരു ബൗണ്ടറീസ് അല്ലെങ്കിൽ ഒരു ലിമിറ്റ് കൽപ്പിക്കണം. ചിലപ്പം എല്ലാത്തിനും യെസ് പറയുന്നത് വളരെ നല്ല കാര്യമാണ്, പക്ഷെ എല്ലാത്തിനും പറയാൻ പറ്റത്തില്ല. അപ്പൊ നോ പറയേണ്ടടുത്ത് നോ പറയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും ക്ലാസ്സുകൾ വരും, അതിനെക്കുറിച്ച് സംസാരിക്കാം. സോ നമ്മൾ മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് ഇപ്പം പറഞ്ഞത്. അപ്പോൾ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിൽ പറഞ്ഞ കാര്യം ഒരു നല്ല മാനസികാവസ്ഥ ഉണ്ടാകുക, നല്ല ചിന്തകൾ ഉണ്ടാവുക, നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുക, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുക, പ്രൊഡക്റ്റീവ് ആകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നല്ല മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞത്. അപ്പം മെന്റൽ ഇൽനെസ് എന്താണ്? നേരത്തെ സംസാരിച്ചു. അതായത് ബ്രെയിനാണ് നമ്മളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യുന്നതും നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതും നമ്മളുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ ഇതിലൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ അതിനെ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ചിന്തകളിൽ പ്രശ്നം വരുമ്പോൾ, നമ്മളുടെ വികാരങ്ങളിൽ പ്രശ്നം വരുമ്പോൾ, നമ്മളുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മൾ പുറമേ നിന്ന് ഇൻഫർമേഷൻസ് എടുത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട്. ആ മനസ്സിലാക്കുന്ന രീതിക്ക് വ്യത്യാസങ്ങൾ വരുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരുമ്പം അത് ഒരു മെന്റൽ ഇൽനെസ്സിന്റെ ഭാഗമാകാം. അപ്പോ ഇപ്പം ചെറുതായിട്ടൊരു സങ്കടം വന്നു, അല്ലെ ഉത്കണ്ഠ വന്നു, ഉടനെ അത് മെന്റൽ ഇൽനെസ് ആയി, അങ്ങനെയല്ല. അത് നീണ്ടു നിൽക്കുകയും അത് നമ്മളുടെ ജീവിതത്തിന്റെ ഡെയിലി ലൈഫിലെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന, നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ പ്രവർത്തിക്കാൻ പറ്റാതെ വരികയും നമ്മളിൽ ഡിസ്ട്രെസ് നമ്മളിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡിസ്ട്രെസ് ഉണ്ടാകുന്ന രീതിയിലാകുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത്.
അപ്പോൾ ജസ്റ്റ് ഞാൻ 2-3 ഇൽനെസിന്റെ പേര് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. ആങ്സൈറ്റി, ഉത്കണ്ഠാരോഗം, ഡിപ്രഷൻ, വിഷാദം, OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അഡിക്ഷൻ, പലതരത്തിലുള്ള അഡിക്ഷൻ, അത് ഡ്രഗ്സ് ആവാം, മറ്റ് പല ബിഹേവിയർ, ഇന്റർനെറ്റും ഗെയിമിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളാവാം. ചുരുക്കം ചിലർക്കെങ്കിലും സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ പറ്റി കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ചില ഇങ്ങനെ വ്യക്തിത്വ വൈകല്യങ്ങൾ, ഇങ്ങനെ പലതരത്തില് മെന്റൽ ഇൽനെസ് അല്ലെ മെന്റൽ ഡിസോർഡർ നമുക്ക് ഇത് ഓരോന്നും നമുക്ക് സാവധാനം പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ഇനി എന്തുകൊണ്ടാണ് മാനസിക ബുദ്ധിമുട്ട് വരുന്നത്, മാനസിക ഇൽനെസ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇന്ന ഒറ്റ കാരണം കൊണ്ടെന്ന് പറയാൻ നമുക്കില്ല. അത് പല കാരണങ്ങൾ ചേർന്നാണ്, അതിനെ മൾട്ടി ഫാക്ടോറിയൽ ആണ്. പല ഘടകങ്ങൾ ചേരുമ്പോഴാണ് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. അത് നമുക്ക് ജനറലി നോക്കുവാണെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ ശാരീരിക കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾ, സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇത് ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമുക്കൊരു മെന്റൽ ഇൽനെസ് സാധ്യത. അപ്പോ എന്തൊക്കെ ഫാക്ടേഴ്സ്, കുറച്ച് സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് ജനറ്റിക്സ്, അതായത് ജനിതകപരമായിട്ട് ചിലപ്പം നമ്മളുടെ ജനറ്റികപരം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ജീൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മൾ എങ്ങനെയായി തീരും, നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ എല്ലാം നിർണയിക്കുന്ന ഒരു സാധനം. അപ്പം ചില ആൾക്കാർക്ക് ജനിതകപരമായി തന്നെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരിക്കാം. പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ബ്രെയിനിന്റെ ന്യൂറോൺസ് തമ്മിൽ സംസാരിക്കുന്നതും ന്യൂറോൺസ് തമ്മിൽ ഉള്ള കണക്ഷൻസിനെ പറ്റി പറഞ്ഞു, അതിനുണ്ടാകുന്ന ഹോർമോൺസിനെയും കെമിക്കൽസിനെയും ഒക്കെ പറ്റി പറഞ്ഞു. അപ്പം ഈ കണക്ഷൻസിലും ഹോർമോൺസിലും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാനസികാസുഖം ഉണ്ടാക്കുന്നു. ചില ശാരീരിക അസുഖങ്ങൾ, തലച്ചോറിനെയും ശരീരത്തെയൊക്കെ ബാധിക്കുന്ന ചില അസുഖങ്ങളിൽ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ആൽക്കഹോളും അതുപോലെയുള്ള ഡ്രഗ്സും ബ്രെയിനില് ഇഫക്ട്സ് ഉണ്ടാക്കി മാനസികാസുഖങ്ങൾ ഉണ്ടാക്കാം. നല്ല ഉറക്കം കിട്ടാത്തപ്പോൾ മാനസികാസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ ജീവിതത്തിലെ സ്ട്രെസ്, നേരത്തെ സംസാരിച്ചതുപോലെ സ്ട്രെസ്സും വിഷമഘട്ടങ്ങളും വന്നു, അത് അധികം നാള് നീണ്ടു നിൽക്കുമ്പോൾ നമുക്ക് മാനസിക അസുഖങ്ങൾ ഉണ്ടാവാം. നമ്മുടെ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകൾ, ഇങ്ങനെ പല കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് മാനസിക അസുഖം ഉണ്ടാവാനുള്ള സാധ്യത. സോ ഇത്രയും ഈ മെന്റൽ ഇൽനെസ്സിനെ പറ്റി ഞാനിപ്പം പറഞ്ഞു വന്നത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിനിന്റെ ന്യൂറോൺസും കണക്ഷൻസും ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ. അപ്പോൾ ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് മാനസിക അസുഖം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. സോ അവിടെയാണ് ട്രീറ്റ്മെന്റ് പ്രസക്തമായിട്ട് വരുന്നത്. അപ്പൊ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പം പലതരത്തിലാണ്. വളരെ ബേസിക് ആയിട്ടും ജനറൽ ആയിട്ടും പറഞ്ഞു പോകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. 1, മരുന്നുകളുടെ ഉപയോഗം. 2, സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ടോക്കിംഗ് തെറാപ്പീസ്, അല്ലെ സംസാരിക്കുന്നതിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ മനസ്സിലാക്കുകയും ആ കാര്യങ്ങളെ കുറിച്ച് വ്യക്തത ഉണ്ടാക്കുകയും അതെങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതിനെയാണ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ ടോക്കിംഗ് തെറാപ്പി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ചുറ്റുപാടുമുള്ള അവസ്ഥകളിൽ നമുക്കുണ്ടാകുന്ന ഒരു സപ്പോർട്ട്, ഇതെല്ലാം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചേർന്നാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. മരുന്ന് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ മരുന്ന് മാത്രം പോരാ, മരുന്നും വേണം. ഈ പറയുന്ന ഒരു ടോക്കിംഗ് തെറാപ്പിയുടെ ഹെൽപ്പും വേണ്ടി വരും. അതുപോലെ നമ്മളുടെ ചുറ്റുപാടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും, ഇതെല്ലാം കൂടി ചേർന്നാണ് ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ മരുന്നുകളെ പറ്റി പറഞ്ഞ എന്തുകൊണ്ടാണ്, എവിടെയാണ് മരുന്ന് മാനസിക അസുഖത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതുപോലെ നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന്റെ കാരണം ഈ കെമിക്കൽ ഇംബാലൻസും ഈ ന്യൂറോൺസിന്റെ കണക്ഷൻസും ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് മാനസികാസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ മരുന്നുകൾ ചെന്ന് ഈ പറയുന്ന വ്യത്യാസങ്ങൾ, അതായത് ഈ ഹോർമോണൽ പ്രശ്നങ്ങളെയും ഈ കണക്ടിവിറ്റിയുടെ പ്രശ്നങ്ങളെയും തിരുത്താനായിട്ട് മരുന്നുകൾക്ക് സാധിക്കും. ഇനി അതുപോലെ
സൈക്കോതെറാപ്പി, അതായത് ടോക്കിംഗ് തെറാപ്പി. ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ഓർക്കും, ഓക്കെ ബ്രെയിനിലെല്ലാം ചേഞ്ചസ് വന്നു പോയി, ഇനിയിപ്പം ചേഞ്ചസിന് മാറ്റാൻ പറ്റുന്നതല്ലേ, ഇങ്ങനെ ഒരു ചേഞ്ചസ് വന്ന് മാനസിക അസുഖം വന്നാൽ ഇത് മാറാൻ പറ്റത്തില്ലേ? മാറാൻ പറ്റും. അപ്പൊ അതിനാണ് നമ്മൾ എപ്പോഴും നമ്മളുടെ ബ്രെയിനിന് വീണ്ടും എന്താ പറയണ്ടേ, ബ്രെയിൻ റിപ്പയർ ചെയ്യാനും പുതിയ ന്യൂറോൺസ് ഉണ്ടാവാനും പുതിയ കണക്ഷൻസ് വരാനും ഒക്കെ സാധ്യതയുള്ള ഒരു അവയവമാണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് നമ്മൾ പുറത്തുനിന്ന് കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ഫീൽ ചെയ്യുന്നതും ഒക്കെ നമ്മളുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും അല്ലേ? അപ്പോ ബ്രെയിനിന്റെ ഇൽനെസ് അല്ലെങ്കിൽ ഈ മെന്റൽ ഇൽനെസ് ഉണ്ടാകുമ്പോഴും പുറമേ നിന്ന് പറയുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം അതും ഇൻഡയറക്ട്ലി നമ്മളുടെ ബ്രെയിനിലെ ചേഞ്ചസ് ഉണ്ടാക്കും. അങ്ങനെയാണ് ആ ടോക്കിംഗ് തെറാപ്പി അല്ലെ സൈക്കോളജിക്കൽ തെറാപ്പിയും ബ്രെയിൻ ഇഫക്ട്സ് ഉണ്ടാക്കി ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ക്യൂറിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ സപ്പോർട്ടും ഒക്കെ ട്രീറ്റ്മെന്റിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മെന്റൽ ഇൽനെസ് അല്ലെ മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നത് ഈ തരത്തിൽ ബ്രെയിനിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഡിസ്ഫങ്ഷൻ ആണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും മാനസിക ബുദ്ധിമുട്ട് വരാം, ഏത് പ്രായത്തിലും മാനസിക ബുദ്ധിമുട്ട് വരാം. നമ്മൾ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല, അത് വരുന്നതാണ്. ഇപ്പൊ ചിലപ്പം നമ്മളുടെ ഉള്ളിലുള്ള ഒരു ശക്തി അല്ലെ നമ്മളുടെ വിൽ പവർ അല്ലെ നമ്മളുടെ ഒരു ഉള്ളിലുള്ള ഒരു കഴിവ് അതുകൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് മാനസിക ബുദ്ധിമുട്ടിനെ നിയന്ത്രിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അവിടെ മരുന്നുകളും ട്രീറ്റ്മെന്റും ആവശ്യമായിട്ട് വന്നേക്കാം. ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്യും, മരുന്നുകൾ ഹെൽപ്പ് ചെയ്യും, ടോക്കിംഗ് തെറാപ്പി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ട്രീറ്റ്മെന്റ് ഉണ്ട്, ട്രീറ്റ്മെന്റിലൂടെ നമുക്കിത് മാറ്റാൻ സാധിക്കും. ഓക്കെ, നേരത്തെ തന്നെ അതിനൊരു ഹെൽപ്പ് എടുത്താൽ എത്രയും വേഗം അതിന്റെ റിക്കവറി, അതിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ്സോ ഒരു കഴിവുകേടോ സ്വഭാവദൂഷ്യമോ ഒന്നുമല്ല, അത് ഒരു ബ്രെയിനിന്റെ ഡിസ്ഫങ്ഷൻ ആണ്, ബ്രെയിനിന്റെ ചെറിയ വ്യത്യാസങ്ങളാണ്. ഓക്കെ, നമ്മളിലുള്ള തെറ്റിദ്ധാരണയാണ് ഇത് ഒരിക്കലും മാറത്തില്ല, അത് വന്നു കഴിഞ്ഞാൽ അത് നീണ്ടു നിൽക്കും, അതിന് മരുന്ന് തുടങ്ങിയ ജീവിതകാലം ഫുള്ളും കഴിക്കേണ്ടി വരും, ഇങ്ങനെയുള്ള ധാരണകളുണ്ട്. അങ്ങനെയല്ല, ചുരുക്കം ചിലതൊഴികെ ബാക്കി മെന്റൽ ഇൽനെസ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഇങ്ങനെ കുറച്ച് മാഡായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു മാനസിക പ്രശ്നം വരുന്നത്. അങ്ങനെയല്ല, ആർക്കും എപ്പോ വേണമെങ്കിലും വരാം. അപ്പോൾ നമ്മള് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഹെൽപ്പ് തേടാൻ ശ്രമിക്കുക. ഇതൊരു നമ്മുടെ ശരീരത്തിൽ മറ്റവയവങ്ങൾക്ക് വരുന്ന പോലെ തന്നെ ബ്രെയിനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് മാനസിക പ്രശ്നം വരുന്നത്. സോ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിനെ എത്രയും വേഗം അതിന്റെ ഹെൽപ്പ് എടുക്കാൻ നോക്കുക, അതിനെപ്പറ്റി സംസാരിക്കുക. മറ്റേത് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായാലും ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ മാനസിക പ്രശ്നങ്ങളും ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു ജഡ്ജ്മെന്റൽ ആവുകയല്ല വേണ്ടത്, മറിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് വേണ്ടത്. നമ്മളെക്കുറിച്ചും നമ്മുടെ ചുറ്റുമുള്ളവരെ കുറിച്ചും ആലോചിക്കാം, നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വേണോ എന്നുള്ളത്. അതുപോലെ മാനസിക ബുദ്ധിമുട്ടിനെ പറ്റിയും അത് അനുഭവിക്കുന്നവരെ പറ്റി സംസാരിക്കുമ്പോഴും അതിന്റെ ഒരു കൈനസോട് കൂടി അതിനെപ്പറ്റി സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കില് ബ്രെയിനിന്റെ ഇമ്പാക്ട് അല്ലെ, ബ്രെയിനിന്റെ എന്തോരം ഇഫക്റ്റ് ആണ് നമുക്ക് മാനസിക അസുഖത്തിന് കാരണമാകുന്നതെന്ന് പറയാനാണ് ഇന്നത്തെ സെഷനിലൂടെ ഞാൻ ശ്രമിച്ചത്. താങ്ക് യു. താങ്ക് യു ഡോക്ടർ, വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. നമുക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ആദ്യത്തെ സംശയം ഞാൻ തന്നെ ചോദിക്കാം ഡോക്ടർ. ഇപ്പൊ ഡോക്ടർ ഈ സെറട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണിനെ പറ്റി മെൻഷൻ ചെയ്തായിരുന്നല്ലോ, ലൈക്ക് നമ്മളുടെ ഗട്ട് ബ്രെയിൻ ഇതില് നല്ല ഫുഡ് കഴിക്കുമ്പോഴേക്കും. അപ്പോ അതില്
മറ്റേ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈസ് ഇറ്റ് ആക്ച്വലി ഹെൽപ്പിംഗ് ഇൻ എ വേ, ലൈക്ക് ബ്ലഡ് ഷുഗറിൽ വന്നിട്ട് നമ്മൾക്കത് അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, സെറട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് വിശദീകരിച്ചാൽ. ബ്രെയിനിൽ ഇപ്പൊ സെറട്ടോണിൻ എന്നുള്ള ഒരു ഹോർമോണിന്റെ പേര് മാത്രം പറഞ്ഞതാണ്. ഇതുപോലെ ബ്രെയിനിൽ ഒത്തിരി ഹോർമോൺസ് ഉണ്ട്. നമ്മൾ പേരെടുത്ത് പറയുന്നത് ചുരുക്കം ചിലത് മാത്രം. അതിനപ്പുറത്തേക്ക് കുറെ അധികം ബ്രെയിൻ ഹോർമോൺസ് ഉണ്ട്. അതില് നമുക്ക് ഇപ്പം സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന, അതായത് സന്തോഷമായിട്ട് നമ്മളെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിനിലെ ഒരു ഹോർമോണാണ് സെറട്ടോണിൻ. സെറട്ടോണിൻ മാത്രമല്ല മറ്റു പലതും ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന പല സെൽസും നമ്മളുടെ വയറുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല നമ്മളുടെ വയറിൽ ബാക്ടീരിയയും അങ്ങനെ നല്ല ബാക്ടീരിയാസും നമ്മുടെ ഹെൽത്തിന് ആവശ്യമുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പം അതിനെ എല്ലാം ശരിയായ ഒരു പ്രവർത്തനത്തിലൂടെ ഈ ഹോർമോണിന്റെ അളവ് ക്രമീകരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ തലയണ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മൾ ഇപ്പൊ ഈ ബ്ലഡ് ഫ്ലോ വന്നിട്ട് നമ്മൾ നൈറ്റിൽ വന്നിട്ട് നമ്മൾ നേരെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തലയണ ഉപയോഗിക്കുമ്പോൾ തല പൊങ്ങിയാണല്ലോ ഇരിക്കുന്നത്. അപ്പം ആ ബ്ലഡ് ഫ്ലോ അതിന്റെ ശരിക്കും അത് എഫക്റ്റ് ആകുമോ, അല്ലെങ്കിൽ അത് നമ്മൾ തലയണ നേരെ കിടക്കുകയാണെങ്കിൽ തലയണ ഉപയോഗിക്കാതിരിക്കണമോ, ചരിഞ്ഞ് കിടക്കുമ്പോൾ മാത്രമാണോ തലയണ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്? തലയണ ഉപയോഗിക്കുക ഇപ്പൊ സാധാരണയായി എല്ലാവരും നോർമലായി എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അപ്പം ഇപ്പം ചെറിയൊരു വ്യത്യാസത്തിലൊന്നും ഇത് കാര്യമായിട്ട് നമ്മളുടെ ശരീരത്തെ ഇങ്ങനെ ഫ്ലോ കുറച്ചു കൊണ്ടുപോകും. ഇപ്പൊ തലയണ എന്ന് പറഞ്ഞൊരു തിന്നായിട്ടുള്ള ഒരു സാധനം വെച്ചത് കൊണ്ട് ബ്രെയിനിലോട്ടുള്ള ഫ്ലോ മാറിപ്പോവുക അങ്ങനെയല്ല. അപ്പൊ റീസണബിൾ ആയിട്ടുള്ള ഒരു ലെവലിൽ അങ്ങനെ ഒരു പില്ലോ ഉപയോഗിക്കുന്നതൊന്നും കാര്യമായിട്ട് ബാധിക്കണമെന്നില്ല. പോസ്ചർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്നാണ് എന്റെ അഭിപ്രായം. വേറെ ലിപ്സിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? ഡോക്ടർ, ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പം നമുക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് സ്ട്രോക്ക് വരും, ബ്രെയിനെ എഫക്റ്റ് ചെയ്യും. അപ്പൊ ആ മാനസികാവസ്ഥയാണ് നമുക്ക് അങ്ങനെ ഒരു അസുഖം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് അറ്റാക്കും വരുന്നത്. അപ്പൊ സ്ട്രെസ് വരുമ്പം സ്ട്രോക്ക് പോലെ തന്നെ നമ്മളെ ഹാർട്ടിനെ ബാധിക്കുന്നുണ്ടല്ലോ. മാഡം, ഞാൻ സ്ട്രെസ് വരുമ്പം സ്ട്രോക്ക് വരും എന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, ഇൻഡയറക്ട്ലി ഇതെല്ലാം ബാധിക്കാം. എല്ലാം ബാധിക്കാം. സ്ട്രെസ് വരുമ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള എന്താ പറയുക, നെഗറ്റീവായിട്ട് ഇഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഹോർമോൺസ് കൂടും. അപ്പോൾ നമ്മളുടെ ബോഡിയുടെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാം. അത് നമ്മൾ ജീവിതത്തിൽ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ലൈഫ് സ്റ്റൈലും നമ്മളുടെ പ്രവർത്തനങ്ങളും എല്ലാം അവിടെ അതൊക്കെ ബാധിക്കാം. അപ്പോ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ഹോർമോൺസും സ്ട്രെസ് കാരണം നമ്മളുടെ ജീവിതചര്യയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും എല്ലാം അത് കുറച്ചധികം നാളാകുമ്പോൾ ഇത്തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിതെളിക്കാം എന്നുള്ളതാണ്. സ്ട്രെസ് വരുമ്പം സ്ട്രോക്ക് വരിക എന്നുള്ള ഡയറക്റ്റ് കണക്ഷൻ അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കാം. ഇപ്പൊ കുറച്ചധികം നാള് ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം കുറച്ചധികം നാളും അങ്ങനത്തെ ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തി പലപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നില്ല, അല്ലെ? അപ്പോ ഇപ്പം നമ്മള് നല്ല ഒരു ജീവിതചര്യ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല എക്സസൈസും നല്ല ഭക്ഷണവും നല്ല ഉറക്കവും ഒക്കെ വേണ്ടി വരും. അപ്പം നല്ല ഉറക്കം നഷ്ടപ്പെടും, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതാവുന്നു, നമ്മൾ എൻജോയ് ചെയ്ത കാര്യങ്ങൾ പലതും ചെയ്യാതാവുന്നു. ഇങ്ങനെ വരുമ്പോ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ശാരീരിക പ്രശ്നങ്ങൾ പലതും വരും. വേണ്ട പോഷകങ്ങൾ കിട്ടുന്നില്ല, നമ്മള് എക്സസൈസ് ചെയ്യാതെ വരുമ്പം കൊഴുപ്പുകൾ അടിയാനും അങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നു. നമ്മളുടെ ശാരീരിക പ്രശ്നങ്ങൾ, ഇപ്പൊ ഷുഗറോ ഡയബറ്റീസോ തൈറോയിഡോ ഇതൊന്നും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാതെ വരുന്നു. ഇങ്ങനെയൊക്കെ വരുന്നത് എല്ലാം കൂടെ കൂടിച്ചേർന്ന് ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന രീതിയിൽ വരുന്നു എന്നുള്ളതാണ്.
മനസ്സിലായി. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യന്റ് PTSD എന്ന് പറയുന്ന ഒരു അവസ്ഥയായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതായത് PTSD എന്ന് പറയുമ്പം ഇത്രയും തൽക്കാലം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് അതൊരു മാനസിക അസുഖമാണ്. അതായത് ഇപ്പം അദ്ദേഹം വാർ സോണിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അവിടെ അനുഭവിച്ചതായ ചില സ്ട്രെസ്സേഴ്സ്, അതായത് ബോംബ് വരുന്നു, ബോംബ് ഇടുന്നു, പലരും മരിച്ചു പോകുന്നു, എപ്പോഴും അലേർട്ടായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയ ഒരു വ്യക്തിയാണ്. അപ്പം വർഷങ്ങളായിട്ട് അങ്ങനത്തെ ഒരു മേഖലയിൽ ജോലി ചെയ്ത വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാനസിക രോഗമാണ് ഈ PTSD എന്ന് പറയുന്നത്. അപ്പോൾ PTSD എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷം ആൾക്കാരുമായിട്ട് ഇടപെടുന്നില്ല, എപ്പോഴും ഒരു മൂകമായ അവസ്ഥയാണ്, ഒന്നിലും ആൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു ജീവിതത്തിന്റെ എല്ലാ രീതിയിലും മാറി. അത് കുറച്ചും വർഷം 4-5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരികയും പിന്നെ തുടർന്ന് ഹാർട്ടിന്റെ ചികിത്സകൾക്ക് പോവുകയും വേണ്ടി വന്നു. അപ്പം ആ സ്ട്രെസ് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് ചോദിച്ചാൽ അത് നീണ്ട കാലമാകുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള് എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനത്തെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിതെളിക്കാം എന്നുള്ളതാണ്. ഓക്കെ മാഡം, പറയൂ. ഞാൻ പറഞ്ഞോട്ടെ? പറയൂ. മാഡം, നമുക്കിപ്പോ സ്ത്രീകളിപ്പോ ജോലി സ്ഥലത്തും വീട്ടിലും ഒക്കെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. ജോലി സ്ഥലത്തെ സ്ട്രെസ്, അതുപോലെ വീട്ടിലെ സ്ട്രെസ്. പിന്നെ മാഡം ഇപ്പൊ പറഞ്ഞു തലച്ചോറിന് പറ്റുന്ന ഭക്ഷണ രീതികൾ ഒന്നുകൂടെ വിശദമാക്കാമോ? എങ്ങനെയാണ് ഇപ്പൊ ഈ ഉറക്കക്കുറവ് കൊണ്ടും നമുക്ക് ചിലപ്പോ പല കാര്യങ്ങളും ഓർമ്മക്കുറവ് വരാൻ സാധ്യതയുണ്ട്. എല്ലാം കൂടി കണക്റ്റഡ് ആണല്ലോ. കാരണം വീട്ടിലെ കാര്യങ്ങളും ജോലിയിലെ സ്ട്രെസ്സും എല്ലാം കൊണ്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ സമയ ചുരുക്കം കൊണ്ട് സ്ത്രീകൾ ഒരുപാട് മാറി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഒരേ സമയം തന്നെ. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് എന്താണ് നല്ലൊരു ഭക്ഷണ രീതി? ഭക്ഷണ രീതി നമ്മളിപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നു. ഭക്ഷണത്തിന്റെ രീതി നമ്മൾ നോർമലായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും പഴങ്ങളും ഒക്കെ മീനും ഇറച്ചിയും എല്ലാം ചേർന്ന് അതിനെല്ലാം ഒരു ബാലൻസ് ഉണ്ട്. ആ രീതിയിൽ തന്നെ നോർമലായിട്ട് ആവശ്യമുള്ള ഭക്ഷണം മാറി മാറി ഈ ഭക്ഷണങ്ങൾ നമ്മൾ ഇപ്പം നമ്മളുടെ ഒരു കൾച്ചറലി നമ്മുടെ കേരളത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് കഴിച്ചാൽ തന്നെ ആവശ്യത്തിന് ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ് അത്. അതിനുവേണ്ടി പ്രത്യേകം ഡയറ്റ് തയ്യാറാക്കി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും എല്ലാം ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ചേർന്ന് വേണം എന്നുള്ളതാണ്. ഇതെല്ലാം വേണം. അതായത് ഇപ്പം ചോറും ഇറച്ചിയും മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല, അപ്പൊ ബാക്കിയുള്ള പോഷകങ്ങൾ കിട്ടത്തില്ല. ചോറും പയറും മാത്രം ആയിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ല, അപ്പം ബാക്കിയുള്ളത് കിട്ടത്തില്ല. സോ ഇതെല്ലാം ചേർന്നൊരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോയാൽ തന്നെ നമുക്ക് മതിയാകും. പിന്നെ സ്ത്രീകള് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. പലപ്പോഴും വീടിന്റെയും മറ്റു ജോലികളുടെ എല്ലാം ഉത്തരവാദിത്തം വരുമ്പോ അവർക്ക് അവരെ തന്നെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോ സ്ത്രീകൾ അവരുടേതായ ഒരു സമയം മാറ്റി വെക്കണം. ഞാൻ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ, ഞാൻ എന്റെ കുടുംബത്തെ നോക്കണം, ശരിയാണ്, പക്ഷെ അതോടൊപ്പം ഞാനും ആരോഗ്യത്തോടെ ഇരുന്നാലല്ലേ ആ കുടുംബത്തെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഞാൻ കൃത്യമായിട്ട് എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ, എനിക്കൊരു റെഗുലർ എക്സസൈസിന് ഒരു സമയം കിട്ടുന്നുണ്ടോ, ഇത് നമ്മൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം, ചിന്തിക്കണം. അപ്പോ ആ ഒരു സമയം മാറ്റി വെക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അത് ചെയ്താൽ തന്നെ അതാകുള്ളൂ. ഇതിന്റെ അകത്ത് തീർച്ചയായിട്ടും മാഡം പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ പറയുന്ന പോലെ പല കാര്യങ്ങളും കൂട്ടിമുട്ടിക്കേണ്ട അവസ്ഥ വരുമ്പോഴത്തേക്കും സ്വന്തം കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകാറുണ്ട്. ഇപ്പൊ ഇരുന്നുള്ള ജോലി 8 മണിക്കൂറൊക്കെ ചെയ്യുന്ന ജോലി, ഇപ്പൊ ഞാനൊക്കെ ഇരുന്നുള്ള ജോലി ചെയ്തപ്പോ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ ചെന്നാണെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ കുട്ടികൾക്കും പാരന്റ്സിനൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കിടക്കുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ മോർണിംഗ് ഡ്യൂട്ടിക്ക് വരുമ്പോ അപ്പൊ വളരെ ഉറക്കക്കുറവ്.
അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത, അപ്പൊ ഈ ആഴ്ചയിൽ ഈ പറയുന്ന പോലെ എക്സസൈസ് ചെയ്താൽ മതിയോ? ആഴ്ചയിൽ ഇത്ര ദിവസം ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും ചെയ്യാൻ പറ്റിയാൽ നല്ലത്. അപ്പോൾ അത് നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മളുടെ ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കാൻ പറ്റണം, ശ്രമിക്കണം. എനിക്ക് ഈ രീതിയിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മളുടെ ജീവിത പങ്കാളിയോടും നമ്മുടെ വീട്ടിലുള്ളവരോടും പറഞ്ഞ് ഇതിൻ്റെ അകത്ത് എങ്ങനെ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കി ചേഞ്ചസിലോട്ട് വരേണ്ടി വരും. അത് വളരെ വളരെ താങ്ക് യു. ഇത് ചെയ്തെടുക്കുക എന്നുള്ളതല്ലാതെ ഒരു മാജിക്. അപ്പൊ വീട്ടുകാരും നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്യണം. ചെയ്യാത്തവരുടെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് അല്ലെ? അതെ 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 അതെ, നമ്മൾക്കൊരു കൂട്ടായി തന്നെ തീർച്ചയായിട്ടും. താങ്ക് യു മാം. അതിനോട്ടൊന്ന് ആഡ് ചെയ്യാൻ പറയുന്നതാണ്, ഈ നമ്മൾ പലപ്പോഴും വലിയ ഗോൾസ് വെച്ച് തുടങ്ങരുത്. ഫോർ എക്സാമ്പിൾ 1 hour എക്സസൈസ് വെച്ച് തുടങ്ങും എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ പലപ്പോഴും അത് നടക്കത്തില്ല. സോ സംടൈംസ് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് വർക്കിംഗ് വിമൻ ആണെങ്കിൽ, തുടങ്ങേണ്ടത് 10 മിനിറ്റ്. ഞാൻ 10 മിനിറ്റ് എനിക്ക് വേണ്ടി വെച്ച് ഞാൻ ചിലപ്പോൾ ഒന്ന് നടക്കാൻ പോകും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു എക്സസൈസ് വീഡിയോ വെച്ച് ഞാൻ എക്സസൈസ് ചെയ്യും. അപ്പൊ ചെറിയ തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്യുമ്പോഴും ബ്രെയിനിനും മാനസികാരോഗ്യത്തിനും ഫിസിക്കൽ ഹെൽത്തിനും നല്ലത്. ഒരു ചെറിയ ഡിസിഷൻ എടുത്തിട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും, അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ചെയ്താലാണ്, അതും ഒരു 3 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താലാണ് ഈ പറഞ്ഞ ഡോക്ടർ വിനീത പറഞ്ഞ പ്രവർത്തനങ്ങൾ ബ്രെയിനിന് വ്യത്യാസപ്പെടുത്തുള്ളൂ. സോ ചെറിയ സ്റ്റെപ്സ്, കൺസിസ്റ്റൻസി, അതാണ് എപ്പോഴും ബെസ്റ്റ്. ഓക്കെ, മാഡം പറഞ്ഞ പോലെ അച്ചീവബിൾ ആയിട്ടുള്ള ടാർഗറ്റ്സ് വെക്കുക. ജിഷ ഭക്ഷണം കഴിച്ചുകൊണ്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നുണ്ട്. ഗട്ട് ഹെൽത്ത്. താങ്ക് യു. ഇതിന്റെ ബ്രേക്ക് ടൈം ആണ്. അപ്പൊ ഞങ്ങളുടെ കോഫി ഷോപ്പിൽ വന്നിരിക്കുകയാണ്, കഫറ്റീരിയയിലാണ്. ഡോക്ടർ വിനിത, താങ്ക് യു സോ മച്ച്. ഡോക്ടർ റിങ്കു, താങ്ക് യു സോ മച്ച്. ഇപ്പൊ വിനിത ഡോക്ടറോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാനുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തത്. ഞാനൊരു ഡയറ്റീഷ്യൻ ആണ് വിനിത മാം. ഉണ്ടായിരുന്നു. അപ്പൊ ജസീദ് ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഫുഡ് ഹാബിറ്റ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്താണ് ന്യൂട്രീഷനിൽ ശ്രദ്ധിക്കേണ്ടി വരിക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ 3 കാര്യങ്ങളാണ് ജസീദ പറയാറ്. ഒന്ന് omega-3, പിന്നൊന്ന് കളേർഡ് വെജിറ്റബിൾസ്, കളേർഡ് ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക. അതിനകത്ത് നിന്ന് കിട്ടുന്ന കുറേ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. തിയോസാൻതീൻ, സാലേഡ്, ഫൈറ്റേറ്റ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അതെല്ലാം ഓർത്തിരിക്കാനായിട്ട് കളേർഡ് വെജിറ്റബിൾസ് ഓർത്താൽ മതി. കളേർഡ് വെജിറ്റബിൾസ് ആൻഡ് ദെൻ ഫൈബർ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും സ്ട്രെസ് മാനേജ്മെന്റിന് പറയാറ് കേട്ടോ. omega-3 കിട്ടാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം നട്ട്സ് ആൻഡ് സീഡ്സ് കഴിക്കുക. നട്ട്സ് കഴിക്കാന്ന് വെച്ചിട്ട് ഇവിടെ മുൻപിൽ ഇരുന്ന് ഫുൾ റോസ്റ്റഡ് കാഷ്യൂ കഴിച്ച് തീർക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഒരു 2 or 3 നമ്പേഴ്സ് മാത്രം കഴിച്ചാൽ മതി. സീഡ്സ് കഴിക്കുകയാണെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ കഴിച്ചാൽ മതി. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് 5 or 6 സീഡ്സ് നമുക്ക് അവൈലബിൾ ആണ്, നമ്മുടെ എള്ള് ഉൾപ്പെടെ കേട്ടോ. എള്ള് നല്ലൊരു സീഡാണ്, പ്രത്യേകിച്ച് ലേഡീസ് കഴിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് സെസമി സീഡ്സ്, എള്ളെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ സൺഫ്ലവറോ അല്ലെങ്കിൽ പംകിൻ സീഡോ ചിയായോ ഫ്ലാക്സോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെറുതെ ചവച്ച് കഴിച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള omega-3 എന്നും കഴിക്കുന്നവർക്ക് കിട്ടും. പിന്നെ കളർഫുൾ ആക്കുക നമ്മുടെ ഡയറ്റ്, എപ്പോഴും പ്ലേറ്റ് എപ്പോഴും കളർഫുൾ ആക്കുക. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയുണ്ട് നമുക്ക്? ഓറഞ്ച് കളറിന് ക്യാരറ്റ് ഉണ്ട്, പർപ്പിൾ കളറിന് ബീട്രൂട്ട് ഉണ്ട്, റെഡ് കളറിന് ടൊമാറ്റോ ഉണ്ട്, ഗ്രീനിന് ക്യുക്കുംബർ ഉണ്ട്, ബ്രൊക്കോളി ഉണ്ട്, വൈറ്റിന് ഗാർലിക് ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്. പിന്നെ പല കളേർഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും അതുപോലെ തന്നെ. ആപ്പിൾ ഉണ്ട്, പോംഗ്രാനൈറ്റ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പപ്പായ ഉണ്ട്. പല കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മുടെ ഡയറ്റിലുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഈ കളേഴ്സ് എല്ലാം കൂടെ ഒരു ദിവസം എങ്ങനെ കഴിക്കും എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് കൂടെയാണ്, കുറേശ്ശെ എല്ലാം കുറേശ്ശെ എടുക്കുക, ഒരു ബൗളിലിട്ട് ഒന്നിച്ചങ്ങ് കഴിക്കുക. അതായത് മിക്സ്ഡ് ഫ്രൂട്ട് സാലഡ് അല്ലെങ്കിൽ മിക്സ്ഡ് വെജ് സാലഡ് കഴിക്കുക. അത് നല്ലൊരു എളുപ്പമാർഗ്ഗമാണ്. നമുക്ക് ലേഡീസിന് കുക്ക് ചെയ്യാനൊന്നും പോയിട്ട് അധികം സമയം കളയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇങ്ങനെയുള്ള സാലഡ്സ് എല്ലാം.
പിന്നെ ഞാൻ മൂന്നാമത് പറഞ്ഞ ഫൈബർ ഇല്ലേ, ഫൈബർ എപ്പോഴും നമ്മുടെ ഗട്ട് ഹോർമോണിനെ മീൻസ് ഗട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഡോക്ടേഴ്സ് ഇവിടെയൊക്കെ പറഞ്ഞ പോലെ കാര്യങ്ങൾ തന്നെ ഡോക്ടർ വിനിതയും ഡോക്ടർ മുമ്പും പറഞ്ഞ പോലെ ഇതെല്ലാം ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഗട്ട് ഓക്കെ ആണെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറേയൊക്കെ റിലീവ്ഡ് ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് സ്ട്രെസ് വരുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരുന്നത്, മലബന്ധം വരുന്നത്, അല്ലെങ്കിൽ ലൂസ് സ്റ്റൂൾസ് വരുന്നത്. അപ്പം ഗട്ട് ഹെൽത്ത് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു അവർ മൈൻഡ് ബ്രെയിൻ. അപ്പൊ അതിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഫൈബർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. നമ്മൾ ഇതേപോലെ ഒരു മിക്സ് ഫ്രൂട്ട് സാലഡ് അല്ലെങ്കിൽ ഒരു മിക്സ് വെജ് സാലഡ് കഴിക്കുന്നവർക്ക് ആവശ്യത്തിനുള്ള ഫൈബർ കിട്ടും. അത് ഉറപ്പാക്കുക, എല്ലാ ദിവസവും ഫൈബർ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുക എന്നുള്ളതാണ്. സ്ത്രീകൾ മാത്രമല്ല, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. കാരണം ഇന്ന് ഇതിനെപ്പറ്റി കൺസേർഡ് ആയില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സിനെക്കാളും കൂടുതൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അവരുടെ മെന്റൽ ഹെൽത്ത് അഫക്റ്റ് ആവും. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുവാണ്. താങ്ക് യു ജെയ്സൺ സർ, താങ്ക് യു ദ ഹോൾ ടീം. ജിഷ താങ്ക് യു സോ മച്ച് വന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന് വളരെ നന്ദി. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പം ഡയറ്റീഷ്യൻ ആയിരിക്കും കുറച്ചും കൂടെ ഫുഡിനെക്കാളും ഒരു പരിധി വരെ എന്നെക്കാളും എക്സ്പേർട്ട് ഒപ്പീനിയൻ പറയാൻ പറ്റുന്ന ഒരാളാണ്. ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ് ഇൻഫർമേഷൻ ജിഷ. Any further questions? മാം, ഈ പഠന വൈകല്യം വന്നിട്ട് ഒരു ചികിത്സ ആവശ്യമുള്ള ഒരു വിഷയമാണോ? സാറ്, പഠന വൈകല്യം ചികിത്സ ആവശ്യമുള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പം ഏത് തരത്തിലുള്ള പഠന വൈകല്യമാണെന്നുള്ള അസസ്മെന്റ് ചെയ്ത് അതിന് കണക്കാക്കിയുള്ള കാര്യങ്ങൾ വേണ്ടിവരും. അത് അപ്പം പഠന വൈകല്യം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളൊരു അസസ്മെന്റ് ഡെഫിനറ്റ്ലി വേണം. അതനുസരിച്ചാണ് ചികിത്സ വരുന്നത്. അത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഞങ്ങളുടെ വരുന്ന ക്ലാസ്സുകളിൽ അതും ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് സെഷൻസിൽ വരും. ഓക്കെ ഓക്കെ. മറ്റു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ. താങ്ക് യു സോ മച്ച് വിനീത മാം ഫോർ യുവർ വാല്യുബിൾ ഇൻപുട്സ്. അതോടൊപ്പം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇന്നത്തെ ക്ലാസിന്റെ വീഡിയോ നമുക്ക് കിട്ടുമോ? യെസ്, ഇന്നത്തെ ക്ലാസ്സിന്റെ വീഡിയോ ലഭ്യമാക്കാം. ഞാൻ അത് ഗ്രൂപ്പിൽ ഇട്ടോളാം കേട്ടോ. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും അഡീഷണൽ ആയിട്ട് സപ്പോർട്ട് തന്ന ജിഷ മാമിനും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ബൈ. നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.